നമസ്കാരം. വടകര എംപിയും കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ പരാതി. സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് പരാതി നൽകിയത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് പ്രമോദ് പരാതി നൽകിയത്. ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം അപമാനിക്കുകയാണെന്ന ബോധ്യത്തോടെയാണ് സുരേഷ് ബാബു ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ബാബുവിന്റെ പരാമർശം സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഷാഫി പറമ്പിലിനെതിരായ പരാമർശത്തിൽ CPIMനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPIM പരസ്യമായി തെറ്റുതിരുത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സുരേഷ് ബാബു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ പരസ്യമായി അസംബന്ധവും അസഭ്യവുമാണ് പറഞ്ഞിരിക്കുന്നതെന്നും അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടത്. അതേസമയം സുരേഷ് ബാബു തന്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല, അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം. എന്നാൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത്. ഷാഫിയെ വീഴ്ത്തണമെന്ന് പറഞ്ഞ കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്ന ചിലരുണ്ട്. അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാക്കാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPIM അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയില്ല. കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൈയും വെട്ടും കാലും വെട്ടും എന്ന പ്രയോഗമല്ല മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത്. പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറയുന്നു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നുമായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം. ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു. സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയും അദ്ദേഹം ഉയർത്തി. ഈ പ്രസ്ഥാനം വിവാദമായതോടെ പിന്നീട് വിശദീകരണമായും EN സുരേഷ് ബാബു രംഗത്ത് വന്നു. ആദ്യ പ്രസ്താവനയിലെ പരാമർശത്തിൽ താൻ ഷാഫി പറമ്പിൽ എന്ന പേര് പറഞ്ഞിട്ടില്ലെന്നും ഷാഫി നിയമപരമായി നീങ്ങട്ടെ എന്നുമായിരുന്നു വിശദീകരണം. രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഷാഫി തന്നെ അത് ഏറ്റെടുത്തു. കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത്? പറയേണ്ടത് പറയാൻ ശേഷിയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തെളിവുകൾ സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നും സുരേഷ് ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. EN സുരേഷ് ബാബുവിന്റെ ആരോപണത്തെ ചൊല്ലി CPIMൽ തന്നെ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്ന കാഴ്ചയാണ്. ഷാഫി പറമ്പിലിനെതിരായ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെയാണ് CPIM നേതാക്കളുടെ പ്രതികരണം. ജില്ലാ സെക്രട്ടറിക്ക് ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്തുവിടട്ടെ എന്നാണ് CPIM നേതാക്കൾ പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും പാർട്ടി വെട്ടിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചു വിടേണ്ടെന്നും NN കൃഷ്ണദാസ് പ്രതികരിച്ചു.